എല്ലാവർക്കും എപ്പിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർക്കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത് പുള്ളിക്കാനത്തേക്കാണ്. അപ്പോൾ പുള്ളിക്കാനത്തേക്ക് നമ്മൾ പോയ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുതറയിൽ നിന്നും വാഗമണ്ണ് പോകുന്ന വഴിക്കാണ് നമ്മൾ പോയത്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് 2 വ്യൂ പോയിൻറ്റുകളുണ്ട്. പിന്നെ ഒന്ന് പുള്ളിക്കാനവും. പുള്ളിക്കാനം ഒരു ലാസ്റ്റ് വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുക. അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ, വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഈ ഒരു യാത്രയിലൂടെ കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരുവാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ. അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വളകോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കടകൾ അധികം തുറന്നിട്ടില്ലായിരുന്നു, ചെറിയ ചെറിയ കടകളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ യാത്ര തിരിച്ചു. അപ്പം വളകോട് പള്ളിയൊക്കെ നമുക്ക് ഇപ്പോൾ കാണാം വീഡിയോയിലൂടെ. അതിമനോഹരമായൊരു പള്ളിയാണത്. ദേവാലയങ്ങളെല്ലാം തന്നെ ഇടുക്കിയിലെ അതിമനോഹരമായിട്ടുള്ള രീതിയിലായിരിക്കും അതിൻ്റെ എല്ലാം നിർമ്മാണം. എന്ത് ഭംഗിയല്ലേ. അപ്പം നമുക്ക് ആ ഒറ്റമരം പാറയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ കോസ്മോസിന് പുള്ളിക്കാനം പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവനെ വിളിച്ചപ്പോൾ അവന് മടിയായിരുന്നു. പുള്ളിക്കാനത്ത് എന്താടാ ഉള്ളത്, വ്യൂ ഉണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞു അവിടെ നല്ല അടിപൊളി വ്യൂ ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ അവന് ആടിത്തൂങ്ങിയാണേലും വന്നു. പക്ഷേ വന്നു കഴിഞ്ഞ് അവൻ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ തന്നെ അത്ഭുതപ്പെട്ടു. എന്ത് ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു എന്നറിയാമോ. അപ്പം പുതാറയിൽ നിന്ന് ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ വഴിയൊക്കെ ഒന്ന് വാഗമണ്ണ് പോയി നോക്ക്. അതിമനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇടയ്ക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വ്യൂ പോയിൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നമുക്ക് നല്ലൊരു പുള്ളിക്കാനം ട്രിപ്പ് തന്നെ നടത്തിയിട്ട് തിരിച്ചു പോരാവുന്നതാണ്. മഞ്ഞൊക്കെ ഉള്ളപ്പോൾ പുള്ളിക്കാനത്ത് നല്ല വ്യൂ ആയിരിക്കും. അപ്പം ഞങ്ങളിന്ന് പോയപ്പോൾ നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ ആ മഞ്ഞിൻ്റെ കാഴ്ചകളൊന്നും കിട്ടിയില്ല. ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഒറ്റമരം പാറയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മിഥുൻ പറയും. ഗൈസ്, നമ്മൾ വേറൊരു പുള്ളിക്കാനത്ത് പോയിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോഴാണ് നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഈ ഒറ്റമരം പാറ എന്ന് പറയുന്നൊരു വ്യൂ പോയിൻ്റ് കണ്ടത്. ആക്ച്വലി ഇവിടെ വന്നപ്പോൾ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടേക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ ഓർത്തുന്ന പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി ഒന്ന് നോക്കിയേക്കാന്നൊക്കെ ഓർത്ത് കുറച്ച് മുമ്പോട്ട് കയറി നോക്കിയപ്പോൾ ആണ് മനസ്സിലായത് അത്യാവശ്യം നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. സോ നമുക്കന്ന് പിന്നെ അങ്ങോട്ട് പോയി നോക്കാം. അതൊക്കെ അങ്ങോട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഗായ്സ്, ഒറ്റമരം പാറയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ മുഴുവൻ കുപ്പിച്ചില്ലാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതുപോലുള്ള വ്യൂ പോയിന്റുകളിൽ ചെല്ലുമ്പോൾ ചെരുപ്പ് ഊരിയിട്ട് ഓടാതിരിക്കുക, അല്ലേ ഇതിന്? ഗൈസ്, ഓടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം കുറേ ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ മൊത്തം പ്ലാസ്റ്റിക്കും കുപ്പിച്ചില്ലും എല്ലാം അങ്ങനെ നിരത്തി കിടക്കുവാണ്. നമ്മളെന്നും പറയാറുള്ള പോലെ ഇതുപോലുള്ള വ്യൂ പോയിന്റുകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോ പൗരന്റെയും കടമയാണ്. സോ നിങ്ങൾ മദ്യപിക്കുന്നതൊന്നും കുഴപ്പമില്ല, കുപ്പിയൊക്കെ പൊട്ടിച്ചിടാതെ തിരിച്ചെടുത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ വളരെ ഉപകാരം ഉണ്ടായിരിക്കും. ഇത് പൂരപ്പറമ്പ് പോലെ പ്ലാസ്റ്റിക് കുപ്പികളുടെ ഒരു നിങ്ങൾ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ഇവിടെ എൻ്റെ അമ്മ കുത്തിയെ തീർന്നു, എൻ്റെ ചെരുപ്പേ കയറുവാണ്. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ നല്ലൊരു സ്ഥലമാണ്. ഞങ്ങൾ ഈ വരുന്ന വഴിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്ഥലം കണ്ടതാണ്. സൂപ്പർ സ്ഥലമാണ്. ഒരു വൈഡായിട്ട് കുറച്ച് ഏരിയ ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ വിശാലമായി കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു പാതയോര വ്യൂ പോയിന്റ് ആണ്. അതാണ് സ്പെഷ്യൽ, പാതയോര വ്യൂ പോയിന്റ് ആണ്. ഒരു പരന്ന മൊട്ടക്കുന്ന പോലത്തെ പാറയല്ലേ. ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കഫേ ഉണ്ട് ആ താഴ്ഭാഗത്തായിട്ട്. ഇവിടെ നിന്ന് ചെറിയ ബിൽഡിംഗ് ഒക്കെ കാണത്തുള്ളൂ. ആ ഒരു കഫേയിൽ നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാവുന്നതാണ്. നമ്മുടെ വ്യൂ പോയിന്റുകളെല്ലാം ഇപ്പം മാലിന്യം തള്ളുന്ന ഒരിടം ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കുക,
നമ്മുടെ കോസ്മോസ് അണ്ണൻ ഫോട്ടോ എടുക്കാനുള്ള തിടുക്കത്തിലാണ്. കോസ്മോസിന് ഫോട്ടോഷൂട്ടാണ് പ്രധാനം. ആ കാണുന്നത് വാഗവൺ ഹിൽ പോയിന്റ് വ്യൂ പോയിന്റുകളൊക്കെയാണ്. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് വിട പറഞ്ഞു പോവുകയാണ്. ഇത് വളരെ നല്ലൊരു സ്ഥലമായിരുന്നു. എക്സ്പീരിയൻസ് ഒക്കെ വളരെ അടിപൊളിയായിരുന്നു. പോകുന്ന വഴിക്ക് ഏതെങ്കിലുമൊക്കെ വ്യൂ പോയിന്റ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ തന്നെ എനിക്ക് കണ്ടത് ദുരിതം പിടിച്ചൊരു കാര്യം ഈ പ്ലാസ്റ്റിക് കുപ്പിച്ചില്ല കേട്ടോ. പിന്നെ കുപ്പിച്ചില്ല അത് ഒഴിവാക്കുക. കുപ്പിച്ചില്ല പെതറി കിടക്കുക. അപ്പം ഗൈസ് ഞങ്ങൾ ഈ വീഡിയോ കൂടാതെ തന്നെ ഇത് കഴിഞ്ഞ അടുത്ത ദിവസം വേറൊരു വീഡിയോ വരുന്നുണ്ട്. അതിൽ അത്യാവശ്യം നല്ലൊരു നിങ്ങൾ കണ്ടിട്ടില്ലാത്തതും അത്യാവശ്യം സൂപ്പർ ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ യാത്രകളൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട ഒരു വ്യൂ പോയിന്റ് ആണ് ഇത്. അപ്പോൾ ആ വീഡിയോയും വേണ്ടി കാത്തിരിക്കുക. പിന്നെ എന്നും പറയാനുള്ള പോലെ സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ ചവിട്ടി പൊട്ടിക്കുക. അതെ, വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കാനും ഇഷ്ടപ്പെട്ടില്ലേ ഉറപ്പായിട്ടും ഡിസ്ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പം വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ബൈ. നമ്മുടെ കോസ്മോസിന്റെ കണ്ണാടിയുടെ ഒരു ഗ്ലാസ് ഇവിടെ കണ്ട് പോയി കിടക്കുകയാണ്. അതിനോടെ കൊണ്ട് കളഞ്ഞാൽ മതി. ഇനിയിപ്പോ നാളെ കടയെ കൊണ്ട് കൊടുത്തത് സെറ്റാക്കണം. കണ്ണാടിയുടെ അവസ്ഥ ഒന്ന് കാണിച്ചു കൊടുത്തേ. 2 പീസായി.